ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു ജ്യൂസാണ്. അത് മാംഗോ സിറപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ തയ്യാറാക്കിയെടുത്ത പുതിയ ഫ്രഷ് മാംഗോ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. മാംഗോ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ മതി. ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ തന്നെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുളമ്പ് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങാത്തരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ മാങ്ങയൊക്കെ ഞാനൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഇത്രയും മാങ്ങയുടെ ഫ്ലഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ മിക്സിയിലൊന്ന് അരിച്ച് കൊണ്ടുവരാം കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം നല്ല പോലെ മിക്സിയിൽ അടിച്ച് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പോലെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അടിക്കേണ്ടത് കേട്ടോ. ഇനി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കിലോഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. അതോടൊപ്പം തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അര കിലോ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കാം. നല്ല പോലെ നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. അതായത് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മാംഗോ പൾപ്പ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് ഒരു 15 കുളമ്പ് മാങ്ങ, നല്ല മൂത്ത് പഴുത്ത മാങ്ങയുടെ പൾപ്പാണിത് കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഏകദേശം മാംഗോ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി. ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട. നമ്മൾ ജാമ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തിളപ്പിക്കൊന്നും വേണ്ട. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരിയ ചൂട് കൊടുക്കണേ. നമുക്ക് അരിച്ച് വെള്ളം ഒന്നുമില്ലാത്ത കുപ്പിയിലാക്കി വെച്ചാൽ ഫ്രൂട്ടീനെ വെല്ലുന്ന അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സോഡയൊക്കെ ഒഴിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ വേനൽ ചൂടിനൊക്കെ ഭയങ്കര നല്ലൊരു റിലാക്സ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. കട്ടി കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത്രയും സിറപ്പ് ഒഴിക്കാം. അതിന് ശേഷം ഞങ്ങളിപ്പോൾ സോഡയാണ് ചേർക്കണേ. നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം ചേർത്താലും മതി. ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് പുതിനയോ അതുപോലെ തന്നെ കുറച്ച് മാംഗോ പീസുകളൊക്കെ ഇട്ടിട്ട് മാംഗോ മൊജിറ്റോ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ജ്യൂസ് മാത്രമാണ് ഉണ്ടാക്കണേ. നല്ല അടിപൊളി ഡ്രിങ്കാണ്. മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ സൂപ്പർ മാംഗോ ഡ്രിങ്ക് നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ സിറപ്പും മാംഗോ ജ്യൂസും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. ഓക്കേ.